സംരക്ഷിച്ചു. ദൈവത്തിൻ്റെ മണവാട്ടിയും മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും എന്ന നിലയിൽ അവൾ ദൈവപുത്രൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് വരുന്നു. ദൈവത്തിൻ്റെ നിത്യമായ ചിന്തയിൽ അവൾ രണ്ടാമത്തെ സ്ഥാനം നേടി. പിതാവ് നിത്യമായി അവളിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. പുത്രൻ, അവളുടെയും മകനായ പുത്രൻ തൻ്റെ കൃപാവരത്തിൻ്റെ നിഗൂഢമായ പ്രവർത്തനത്താൽ അവളുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ അവളെ തൻ്റെ സത്യവും ജ്ഞാനവും മനസ്സിലാക്കിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാരൂപി വരാനിരിക്കുന്ന പന്തക്കുസ്തയായി, നീണ്ടു നിൽക്കുന്ന ഒരു പന്തക്കുസ്തയായി മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് സ്നേഹമായും ആശ്വാസമായും വിശുദ്ധീകരണമായും തീർന്നു. താൻ സ്നേഹിച്ചവൾക്ക് സ്നേഹമായി. അവളുടെ ഉദരഫലം നിമിത്തം